പള്ളിപ്പെരുന്നാളിലും ഉത്സവ സ്ഥലങ്ങളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായ ഉഴുന്നാട കച്ചവടത്തിലൂടെ ജീവിതം പച്ചപിടിപ്പിക്കുകയാണ് കട്ടപ്പന കുത്തോടിൽ ഷാജി. 40 വർഷങ്ങൾക്ക് മുമ്പ് മാതാപിതാക്കൾ തുടങ്ങിവെച്ച ഉഴുന്നാട നിർമ്മാണം ഏറ്റെടുത്ത വിജയഗാഥ രചിക്കുകയാണ് ഇദ്ദേഹം. അസംസ്കൃത പദാർത്ഥങ്ങളും ചേരുവകകളും ചേർക്കാതെ വിറകടുപ്പിൽ നിർമ്മിച്ചെടുക്കുന്ന കട്ടപ്പനയിലെ ഉഴുന്നാടയുടെ രുചി ഇതിനോടകം ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. 40 വർഷമായി വെള്ളരപ്പ് പൊടിച്ച് നല്ലതായിട്ട് പൊടിച്ച പൊടിയും ഉഴുന്ന് മാവ് മേടിക്കണം. നമ്മൾ ഉഴുന്ന് മേടിച്ചരച്ച് അരയ്ക്കൊന്നും ചെയ്താൽ ശരിയാകുകയില്ല. പൊടിച്ചാൽ ഉഴുന്ന് മാവ് തന്നെ മേടിച്ച് രണ്ടും കൂടെ കൂട്ടി ഇടക്കി ഉപ്പും ചേർത്ത് വേറെ ഒന്നും വേണ്ട, പച്ചവെള്ളം മാത്രം, പച്ചവെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് കഴിക്കുക. ബേക്കറികളിലേക്കും വിദേശത്തേക്കും ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ച് ഉഴുന്നാട നിർമ്മിച്ചു നൽകുന്നുണ്ട്. മാതാവ് മറിയാമ്മയും ഭാര്യ ഷിബിയും മക്കളും മറ്റ് കുടുംബാംഗങ്ങളും സമീപവാസികളും ഉഴുന്നാട നിർമ്മാണത്തിൽ കട്ടയ്ക്ക് ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഷാജിയുടെ പൂർവികർ ഉഴുന്നാട നിർമ്മാണം നടത്തിയിരുന്നു. ഇത് പിന്നീട് തലമുറകളായി തുടർന്നു. ഷാജിയും സഹോദരനും സഹോദരിയും കൂടാതെ 3 അമ്മാവന്മാരും മാത്രമാണ് ഹൈറേഞ്ചിൽ ഉഴുന്നാട നിർമ്മിക്കുന്നത്. ഉഴുന്നാട നിർമ്മാണത്തിലേക്ക് പുതിയ തലമുറ കടന്നു വരുന്നില്ലെന്നും ഷാജി പറയുന്നു. കുടുംബത്തിൽ തന്നെ ചെയ്യുന്ന പണികൾ പുതുതലമുറ വലിയ താല്പര്യമില്ലായിരുന്നു. പുതുതലമുറ താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അസംസ്കൃത വസ്തുക്കളായ കപ്പ കിട്ടാനുള്ള ക്ഷാമം, അതുപോലെ തന്നെ ഈ സാധനം കൊണ്ടുള്ള ലാഭക്കുറവ്, പണിക്കൂലിയൊക്കെ കൂടി. അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ പള്ളിപ്പറമ്പിലാണേലും ഉത്സവപ്പറമ്പിലാണേലും ഒരു 25 വർഷം മുമ്പുള്ള ആളുകളെ കച്ചവടസ്ഥലത്ത് തോന്നി. കാരണം പുതിയ തലമുറ ഒന്നും ഇതിനകത്തേക്ക് വരുന്നില്ല. എൻ്റെ കുട്ടികളാണേലും അങ്ങനെ ഓരോരുത്തരും വിദേശത്തേക്ക് പോകുന്നതിനുള്ളൊരു ശ്രമത്തില്ല. കാരണം ഈ ഇത്തരം പണികൾ ചെയ്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു പുരോഗതി ജീവിതത്തിലുണ്ടാകുന്നില്ല. പഴയ കാലത്തൊക്കെ ജീവിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ അതൊക്കെ ധാരാളമായിരുന്നു. ഇപ്പം ജീവിതത്തിൻ്റെ കൂടുതൽ ചെലവുകളിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊക്കെ ഇതിനകത്ത് കിട്ടാനുള്ള ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ഹൈറേഞ്ചിലെ ഏത് പള്ളികളിലെയും അമ്പലങ്ങളിലെയും ആഘോഷങ്ങൾക്ക് ഷാജിയുടെ കുടുംബത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഉഴുന്നാടിയായിരിക്കും ലഭിക്കുക.